വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ പുതിയൊരു അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസറുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സമായോജന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുന്നേ ഞാനിപ്പോൾ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അസിസ്റ്റൻ്റ് പ്രിസണർ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്സിലെ ക്ലാസ്സുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മുന്നേ ഒരുപാട് ക്ലാസ്സസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കയറി കാണാത്തവർ ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. വളരെ നല്ല നല്ല പോയിൻ്റ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരുപാട് പോയിൻറ്റുകളൊന്നും വാരി വലിച്ചിട്ടിട്ടില്ല. ആവശ്യമുള്ളത് മാത്രം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ അതിൽ ക്ലാസ്സസൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ. കൂടെ എന്ത് ചെയ്യുക, എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായാൽ മാത്രം കേട്ടോ, ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നിയാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നീട് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. പിന്നെ അതിനും ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഫ്രണ്ട്സൊക്കെ APK നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ്. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതപരവും സാമൂഹികപരവുമായ പരിസ്ഥിതിക്കൊത്ത് മുഖ്യ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളെയാണ് സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. അത് കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പല സാഹചര്യങ്ങളിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന ആളുകളാണല്ലേ എല്ലാവരും. അപ്പോൾ എന്താണ് ഈ സമായോജനം, അത് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നാണ് കേട്ടോ പറയുന്നത്. അതെന്താണ്, നമുക്ക് സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി ഒരു വ്യക്തി സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ് സമായോജനം എന്ന് പറയുന്നത് അല്ലേ. നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ ഫിറ്റായി പോകണം. പല സ്ഥലങ്ങളിൽ പല സിറ്റുവേഷനിലൊക്കെ നമ്മൾ ഫിറ്റായി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒന്ന് സമായോജനം ചെയ്യേണ്ടി വരും അല്ലേ. അതിനെ അങ്ങനെ നമ്മൾ ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ സമായോജനം അഥവാ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി നോക്കൂ, ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിന് അതിർവരമ്പുകളില്ല അല്ലേ. അപ്പോൾ നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തര പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത്. അഡ്ജസ്റ്റ്മെൻറ്റ് ജനനം മുതൽ മരണം വരേക്കുള്ള ഒരു പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ നമ്മൾ പല സിറ്റുവേഷനിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുതന്നെയാണ് സമായോജനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾക്ക് കുറച്ച് സവിശേഷതകൾ ഇവിടെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ, സ്വയം ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കാനുമുള്ള കഴിവ്, പെരുമാറ്റങ്ങളിലുള്ള അയവ്, പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണം, ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ്, മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനുള്ള കഴിവ്. അപ്പോൾ ഇത്രയും കഴിവുള്ള ഒരാളെയാണ് എന്തെന്ന് പറയുന്നത്. അയാൾക്ക് അങ്ങനെ ഒരാളെ കണ്ടാൽ നമുക്ക് എന്ത് പറയാം, അയാൾക്ക് നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കഴിവുണ്ട്, അയാൾക്ക് നല്ല സമായോജന കഴിവുണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ. ഇത്രയും കാര്യങ്ങൾ വേണമല്ലോ. അയാളുടെ സ്വന്തം വീക്ക് പോയിൻറ്റ്സിൻ്റെ സ്ട്രോങ് പോയിൻറ്റ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. പിന്നെ സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കും. പെരുമാറ്റങ്ങളിലുള്ളൊരു അയവ്. ചിലവർ ഭയങ്കര വാശിക്കാരായിരിക്കും അല്ലേ. ഭയങ്കര വാശിയുള്ളവരായിരിക്കും. ഞാൻ താഴില്ല, അവർക്കെന്താ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ, ഞാനിങ്ങനെ തന്നെ ചെയ്യും. ഒരിക്കലും ഒരു സാഹചര്യത്തിനോടും പൊരുത്തപ്പെട്ട് പോകാത്ത ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ പെരുമാറ്റങ്ങളിലുള്ള അയവ് എന്തായിരിക്കും, ഈ സമായോജനം ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്. എന്ത് സാഹചര്യം വന്നാലും നമ്മളെ തളർത്തുന്ന എന്ത് സാഹചര്യം വന്നാലും അവർക്ക് അതിനോട് പൊരുത്തപ്പെടാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും. യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണങ്ങളും ഉണ്ടായിരിക്കും. അവർക്ക് റിയലായിട്ടുള്ള അവരുടെ ബോധതലം എപ്പോഴും റിയലായിരിക്കും. ഇത് റിയലാണ്, ഈ കാൽപ്പനിക കാര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. അവർക്ക് അങ്ങനെ റിയലായിട്ട് നിന്നിട്ട് ചിന്തിക്കാനുള്ള ഒരു
കഴിവും ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്, ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ്. അവരെവിടെ കൊണ്ടുപോയിട്ടാലും അവർ പെട്ടെന്ന് എന്താണ് അവിടെ ആയിട്ട് ഫിറ്റ് ആയിക്കോളും. അതാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, അവരെന്തായിരിക്കും മറ്റുള്ളവരിലുള്ള നന്മകളൊക്കെ കണ്ടെത്തും ചെയ്യും. അസൂയ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താണ്, ഇപ്പോൾ ഒരാൾ പഠിച്ച് ഒരാൾക്ക് PSC, ഒരാൾക്ക് ജോലി കിട്ടി, PSC പഠിച്ചിട്ട് ഒരാൾക്ക് ജോലി കിട്ടി കൂട്ടത്തിലുള്ള ഒരാൾക്ക്. അപ്പോൾ അവിടെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, പകരം അവിടെ സന്തോഷിക്കണം. അയാൾ അവിടെ കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടു, അപ്പോൾ അയാൾക്ക് എന്താണ് കയ്യിൽ ജോലിയുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ഇടുന്നില്ല, പകരം നമ്മൾ എന്ത് കണ്ടെത്തുന്നുണ്ട്, അസൂയ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജോലിയുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് കിട്ടിയിട്ട് സന്തോഷിക്കുകയാണെങ്കിൽ നമുക്ക് സമയോജന കഴിവ് കൂടുതലുണ്ട് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ എന്താണ്, പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് അതും വേണം കേട്ടോ. അത് ഞാൻ ഈ PSC ആയിട്ട് കണക്ട് ചെയ്തതാണ്. അത് നമുക്ക് നമ്മൾ എന്ത് തളർത്തുന്ന കാര്യം വന്നാലും എന്താണ്, നമ്മൾ പഠിത്തത്തിൽ നിന്ന് പിന്മാറില്ല. എന്ത് കാര്യം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ആദ്യം ഞാൻ പഠിക്കും, അതിനുശേഷം സങ്കടവും സന്തോഷവും വിരുന്നും കല്യാണവും എല്ലാം ഒക്കെ. ആദ്യം പഠിത്തം, അത് കഴിഞ്ഞ് പഠിത്തം, ആദ്യം നമുക്കൊരു ജോലി, അതിനുശേഷം ആവാം ബാക്കിയുള്ളത് എന്തും. അപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ എന്താണ്, നമുക്ക് പെട്ടെന്ന് അതുമായിട്ട് പൊരുത്തപ്പെടണം. അപ്പോൾ PSC പഠിക്കുന്ന ഒരാൾ എന്താണ് ഇത്രയും കഴിവുകളൊക്കെ എന്താണ് വളർത്തിയെടുക്കുക കേട്ടോ. ഇനി നോക്കൂ, മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോഹഭംഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനോ പ്രതിരോധിക്കാനോ വേണ്ടി വ്യക്തികൾ സ്വന്തമായി സ്വീകരിക്കുന്ന തന്ത്രങ്ങളെയാണ് സമായോജന തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം അഥവാ പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിഷേധം, പ്രക്ഷേപണം, താദാത്മീകരണം, ദമനം, യുക്തീകരണം, ഉദാത്തീകരണം, അനുപൂരണം, പാശ്ചാത്ഗമനം, ആക്രമണം, നിഷേധവൃത്തി, പ്രതിസ്ഥാപനം, സഹാനുഭൂതി, പ്രേരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാന സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. നിഷേധമുണ്ട്, പ്രക്ഷേപണമുണ്ട്, താദാത്മീകരണമുണ്ട്, ഗമനമുണ്ട്, യുക്തീകരണമുണ്ട്, ഉദാത്തീകരണമുണ്ട്, അനുപൂരണം, പാശ്ചാത്ഗമനം, ആക്രമണം, നിഷേധവൃത്തി, പ്രതിസ്ഥാപനം, സഹാനുഭൂതി, പ്രേരണം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട സമായോജന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇതെന്താണ്, നമുക്ക് ഇതൊക്കെ ഈ പറയുന്ന എന്താണ് തന്ത്രങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. കാരണം PSC ചോദിക്കുന്നത് APOൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് അതിൻ്റെ സിറ്റുവേഷൻ അത് കൊടുത്തിട്ട് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏത് കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സിറ്റുവേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇത്രയും എന്തായാലും പഠിച്ചിരിക്കണം. കഴിഞ്ഞില്ല, ഓരോ 9 തന്ത്രങ്ങളും കൂടിയുണ്ട്, അതും കൂടി നോക്കാം. പിൻവാങ്ങൽ, ഒട്ടകപക്ഷി മനോഭാവം, പ്രതിക്രിയാ വിധാനം, ഭ്രമകൽപ്പന, വൈകാരിക അകൽച്ച, അന്തർക്ഷേപണം, അഹം കേന്ദ്രീതത്വം, ശ്രദ്ധാഗ്രഹണം, ആദേശം ചെയ്യൽ. അതിൽ ഈ ഒട്ടകപക്ഷി മനോഭാവവും പിന്നെ പിൻവാങ്ങലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. പിൻവാങ്ങൽ, ഒട്ടകപക്ഷി മനോഭാവം, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ബാക്കി ഏതാണ്, പ്രതിക്രിയാ വിധാനം, ഭ്രമകൽപ്പന, വൈകാരിക അകൽച്ച, അന്തർക്ഷേപണം, അഹം കേന്ദ്രീതത്വം, ശ്രദ്ധാഗ്രഹണം, ആദേശം ചെയ്യൽ. അപ്പോൾ ഇത്രയും നമുക്ക് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അരോചക യാഥാർത്ഥ്യങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചിലർ സ്വീകരിക്കുന്ന മാർഗം യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്നതാണ്. ഇഷ്ടമില്ലാത്തത് കണ്ടില്ലെന്ന് നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ എന്താണ് തന്ത്രം ഏതായിരുന്നു, നിഷേധം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെന്താണ് പല ബാഡായിട്ടുള്ള പല സിറ്റുവേഷനിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷനിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എടുക്കുന്ന ഒരു തന്ത്രമാണ് എന്തെന്ന് പറയുന്നത്, അവർ വിളിച്ചാൽ കേട്ടില്ലെന്ന് നടിക്കുക. ഇനി അഥവാ നമ്മുടെ മുന്നിൽ വന്നുപെട്ട് അവരെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അത് ഏതിൽ പെടുന്ന, നിഷേധം എന്ന് പറയുന്നതിൽ പെടുന്നതാണ് കേട്ടോ. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രേക്ഷപണം. അപ്പോൾ ഇതും ചോദിച്ചിട്ടുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് പ്രേക്ഷപണം എന്ന് പറയുന്നത്? സ്വയം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ. പ്രേക്ഷപണം അല്ല, പ്രക്ഷേപണം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ വരയിട്ടിരിക്കുന്നതൊക്കെ ഞാൻ പഠിച്ചതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായി മറ്റുള്ളവരിൽ തെറ്റുകൾ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. നിരാശാബോധത്തിൽ നിന്ന് സ്വയം മോചിതനാകാനുള്ള ഒരു തന്ത്രമാണ് പ്രക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ.
നിരാശാബോധത്തിൽ നിന്ന് സ്വന്തമായിട്ട് എന്താണ് നമുക്ക് മോചിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മുടെ തന്നെ ഒരു തന്ത്രമാണ് എന്തെന്ന് പറയുന്നത്, പ്രക്ഷേപണം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കത് ഉള്ളിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെ തലയ്ക്ക് ഇട്ടിട്ട് അവരാ ചെയ്തതെന്നുള്ള രീതിയിൽ നമ്മൾ സമാധാനിക്കും. ഇപ്പോൾ 2 കുട്ടികളൊക്കെ വീട്ടിലുള്ളവർക്കൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല, നമ്മൾ പാരൻസിന് മനസ്സിലാവും. ഒരാൾ തെറ്റ് ചെയ്തിട്ട് വേഗം നമ്മൾ ചീത്ത പറയുന്നതാവുമ്പോൾ ചിലപ്പോൾ ഒരാൾ എന്ത് ചെയ്യും, വേഗം അടുത്ത ആളുടെ തലയിക്കിടും, ഞാനല്ല ചെയ്തത് ഇവനാണ് ചെയ്തത് പറയും. സെയിം തന്നെയാണ് ഇവിടെ പ്രക്ഷേപണം ആണ് അവർ ചെയ്യുന്നത് കേട്ടോ. ഇനി നോക്കൂ, വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത് കേട്ടോ. ദമനം ഇമ്പോർട്ടൻ്റ് ആണ്. വേദനാജനകമായ അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയാണ് ദമനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, മനസ്സിന് ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും വേദനകളും പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൂർത്തീകരിക്കാനാവാത്ത ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് നമ്മളെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബോധപൂർവ്വം മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് നമ്മുടെ അബോധ മനസ്സിലേക്ക് തള്ളിവിടും. ആ പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ദമനം എന്ന് പറയുന്നത്. മറന്നുപോയി അതങ്ങനെ കാലാകാലം നമ്മളിങ്ങനെ മറന്ന് അത് നമ്മൾ തന്നെ നമ്മുടെ എന്താണ് അബോധ മനസ്സിലേക്ക് തള്ളിവിടുകയാണ്. അതാണ് ദമനം എന്ന് പറയുന്നത് കേട്ടോ, ദമനം. ഇനി നോക്കൂ, ഒരു വ്യക്തി മറ്റുള്ളവരുടെ വിജയം സ്വന്തം വിജയമായി കാണുകയും അയാളെ പ്രകീർത്തിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നതിലൂടെ ആനന്ദവും ആശ്വാസവും കണ്ടെത്തുന്നതാണ് താദാത്മീകരണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ്, ഒരാൾ മറ്റുള്ളവരുടെ, ഞാൻ നേരത്തെ PSCയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ അതിൽ സന്തോഷിക്കുക, അവരെ എന്താണ് അപ്രിഷ്യേറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആനന്ദം നമുക്കൊരു ആനന്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് താദാത്മീകരണം എന്ന് പറയുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ എല്ലാ സന്തോഷങ്ങളിൽ പങ്കുചേരുക, അവരെന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് കിട്ടുന്ന എന്താണ് ഒരു സംതൃപ്തി, അതാണ് പറയുന്നത് താദാത്മീകരണം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അവർക്കിഷ്ടപ്പെട്ട ക്രിക്കറ്റ് താരവുമായോ സിനിമാ താരവുമായോ താദാത്മ്യം പ്രാപിക്കുകയും അവർക്കുണ്ടാകുന്ന ഓരോ വിജയവും സ്വന്തം വിജയമായി കണ്ട് സംതൃപ്തി നേടുകയും ചെയ്യുന്നു. ഇത് അവരെന്നല്ല, ഇനിയിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഫിലിം സ്റ്റാർസിനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുന്നവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ കേസിലൊക്കെ പറയാം കേട്ടോ. എന്താണ്, അവരുടെ വിജയം ഇവരുടെ വിജയമായിട്ട് കാണുകയാണ്. ഒരു പടം വിജയിച്ചു കഴിഞ്ഞാൽ ഫിലിം സ്റ്റാറിൻ്റെ സന്തോഷവും ഇതൊക്കെ ഇവരെ ഏറ്റെടുക്കുകയാണ്, എന്നിട്ട് ഇവരാഘോഷിക്കുകയാണ്. അവിടെ എന്ത് തന്നെയാണ് ഉണ്ടാവുന്നത്, താദാത്മീകരണം തന്നെയാണ് ഉണ്ടാവുന്നത്. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്, അവരാഘോഷിക്കുന്നതിലൂടെ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണ്. അപ്പോൾ അതുതന്നെയാണ് അവിടെ സംഭവിക്കുന്നത് കേട്ടോ. അതാണ് താദാത്മീകരണം എന്ന് പറയുന്നത് കേട്ടോ. അതിന് മുന്നേ ഈ ദമനത്തിൻ്റെ കേസിൽ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളും മാനസിക സംഘർഷങ്ങളും സാക്ഷാത്കരിക്കാനാവാത്ത ആഗ്രഹങ്ങളും ഒക്കെ നമ്മൾ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയ. ഇതേപോലെ എന്ത് ചെയ്യും, കുറേ PSC പഠിച്ചിട്ട് ഒരു 2-3 വർഷമൊക്കെ PSC പഠിച്ചിട്ട് കിട്ടാത്തവർ അവർ ചിലപ്പോൾ ഇതേപോലെ ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ഇട്ടാൽ നമ്മുടെ കയ്യിൽ എന്തായാലും ജോലി ഇരിക്കും. പക്ഷെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. ഒരു 2-3 ദിവസം ഒരു മോട്ടിവേഷൻ കയറിയിട്ട് പഠിക്കുന്നതല്ല, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. എന്ത് വന്നാലും നമ്മളത് വിടാൻ പാടില്ല. നമ്മളത് പഠിക്കണം. ഒരു ദിവസം നമുക്കത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് ഇടണം. അപ്പം നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഒരിക്കലും എന്താണ് ദമനം ചെയ്യാണ്ടിരിക്കുക കേട്ടോ PSC പഠിക്കുന്നവരെ. നോക്കൂ, വേദനാജനകമായ വസ്തുതകളെ മനസ്സിൻ്റെ ബോധമണ്ഡലത്തിൽ നിന്നും അബോധമണ്ഡലത്തിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുന്ന പ്രക്രിയയാണ് അടിച്ചമർത്തൽ എന്ന് പറയുന്നത്. നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്കുണ്ടാകുന്ന വേദനകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മനഃപൂർവ്വം നമ്മുടെ അബോധമണ്ഡലത്തിലേക്ക് തള്ളിവിടും. അതാണ് നമ്മൾ അടിച്ചമർത്തുകയാണ്. നമ്മളെ തന്നെ നമ്മളുടെ സങ്കടങ്ങളെ തന്നെ നമ്മൾ തന്നെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഇനി നോക്കൂ, പരാജയമുണ്ടാകുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം. പരാജയം കണ്ടെത്തുമ്പോൾ തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടുപിടിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ധനികനായ ഒരു സുഹൃത്തിൻ്റെ പണം മോഷ്ടിച്ചതിന് ശേഷം അതിന് ന്യായീകരണമായി അവൻ ധനികനല്ലേ, ഇവനൊരു നഷ്ടവുമില്ല എന്ന് പറയുന്നത് ചെയ്ത കുറ്റം തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. അതല്ലേ,
അതിപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓ അതങ്ങനെ ആയതുകൊണ്ടാണ്, അത് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, യുക്തീകരണം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ തെറ്റ് ചെയ്യുകയാണ്, പക്ഷെ നമ്മൾ തന്നെ എന്താണ് അതിനൊരു യുക്തി കണ്ടെത്തുകയാണ്. അത് നിസ്സാരവൽക്കരിക്കുകയാണ്, നമ്മൾ ചെയ്ത തെറ്റിനെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് യുക്തീകരണം എന്നുകൊണ്ടത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി യുക്തീകരണം 2 തരത്തിലുണ്ട്. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയും മധുരിക്കുന്ന നാരങ്ങ ശൈലിയും. 2 തരത്തിലുണ്ട്. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലിയുമുണ്ട്, മധുരിക്കുന്ന നാരങ്ങ ശൈലിയുമുണ്ട് കേട്ടോ. ഇനി നോക്കൂ, സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത് കേട്ടോ. സ്വാഗതാർഹമല്ലാത്ത പ്രവൃത്തികളെയോ വികാരങ്ങളെയോ സമൂഹം അംഗീകരിക്കുന്ന വസ്തുതകളുമായി കോർത്തിണക്കിയിട്ട് മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്ന തന്ത്രമാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ എന്താ പറയുന്നത്, ഇവിടെ പറയാൻ പാടുമോ എന്ന് എനിക്കറിയില്ല. ഇലക്ഷൻ സമയമൊക്കെ ആയിക്കഴിഞ്ഞാൽ ചില ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ആരെയും കുത്തി പറയല്ല, ചില ആളുകൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത് പറയുന്നുണ്ട്, പറയുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ പൊളിറ്റിക്സ് വേണ്ട അല്ലേ. അപ്പോൾ ഉദാത്തീകരണം എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. നമുക്കിഷ്ടം, മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് നമ്മൾ അയാളോട് പറയുമ്പോൾ നമുക്ക് തോന്നും അയാൾക്ക് ഇഷ്ടമല്ല എന്ന് തോന്നും. പക്ഷേ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായിട്ട് അത് നമ്മൾ ഇണക്കി ചേർത്തിട്ട് നമ്മൾ അയാളുടെ മുന്നിൽ അത് അവതരിപ്പിക്കും. അതാണ് ഉദാത്തീകരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഒരു രംഗത്തിൽ പരാജയപ്പെട്ടാൽ മറ്റൊരു രംഗത്തിലെ വിജയത്തിലൂടെ അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അനുപൂരണം എന്ന് പറയുന്നത്. പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി കായിക പ്രവർത്തനങ്ങളിലെ മികവിലൂടെ തൻ്റെ ആത്മാഭിമാനം വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നു. അതെന്താണ്, അനുപൂരണമാണ് അല്ലേ. നമ്മുടെ മക്കൾക്ക് ഈ അനുപൂരണം പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അവർ പഠിക്കാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ ഇത് നല്ലത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് നമ്മളോട് തിരിച്ചു പറയും. അതാണ് അനുപൂരണം എന്ന് പറയുന്നത് കേട്ടോ. ഒരു വിഷയത്തിൽ മാർക്ക് പറഞ്ഞാൽ അടുത്ത വിഷയത്തിൽ മാർക്ക് കൂടുതലുണ്ടല്ലോ എന്ന് പറയും. ഇത് തന്നെയാണ് അനുപൂരണം എന്ന് പറയുന്നത് കേട്ടോ. ഒരു വ്യക്തിക്ക് മുൻപ് ലഭിച്ചിരുന്ന അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അത് നേടിയെടുക്കാനായി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതാണ് പാശ്ചാത്ഗമനം എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണമായിട്ട്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂത്ത കുട്ടിക്ക് മുമ്പ് ലഭിച്ച സ്നേഹം ലഭിക്കാതെ വരും. അപ്പോൾ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ആ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം വീണ്ടും ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് പാശ്ചാത്ഗമനം എന്ന് പറയുന്നത് കേട്ടോ. അതിപ്പോൾ 2 കുട്ടികളൊക്കെ ഉള്ളവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഈ ചെറിയ കുട്ടികളെ പോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യും, അവരുടെ ബെഡിൽ കയറി കിടക്കും. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് പാശ്ചാത്ഗമനം എന്ന് പറയുന്നത്. അവരെ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള തോന്നലാണ്. പക്ഷെ അവർ പണ്ടത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വീണ്ടും ആ പഴയ സ്റ്റേജിലേക്ക് എന്താണ് പോവാണ്. അതിനെയാണ് പാശ്ചാത്ഗമനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് തിരിച്ച് പ്രതികരിക്കുന്നതാണ് ആക്രമണം എന്ന് പറയുന്നത് കേട്ടോ. മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന സമായോജന തന്ത്രത്തെ എന്താണ് ആക്രമണം എന്നാണ് പറയുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സമായോജന തന്ത്രം ഏതാണ്, ആക്രമണമാണ് കേട്ടോ. നമ്മളോട് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് നമുക്ക് തിരിച്ചെന്തായാലും പ്രതികരിക്കണം, നമ്മൾ പ്രതികാരം ചെയ്യും. അതാണ് ആക്രമണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ആരും ആക്രമിക്കാണ്ടിരിക്കുക കേട്ടോ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും അപ്പാടെ നിഷേധിക്കുന്ന പ്രവണതയാണ് നിഷേധവൃത്തി എന്ന് പറയുന്നത്. നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ട്, അപ്പോൾ അയാൾ എന്ത് ചെയ്താലും എന്താണ് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്താണ് എല്ലാം നമ്മൾ നിഷേധിക്കും. അത് അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും അല്ല അത് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല അത് ചെയ്യുന്നത് എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ നിഷേധവൃത്തി എന്ന് പറയുന്നത് കേട്ടോ. നിരാശ ഉണ്ടാകുമ്പോൾ അതിനുള്ള പ്രതികരണം എന്നോണം ചിലർ നിഷേധവൃത്തി മനോഭാവക്കാരായി മാറുന്നു. അപ്പോൾ ഒരാൾക്ക് ഭയങ്കരമായിട്ട് നിരാശ ഉണ്ടാവുന്ന സമയത്ത് എന്തായിരിക്കും, ആ നിരാശ മറികടക്കാൻ വേണ്ടിയിട്ട് ചിലവരെന്ത് ചെയ്യും, ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും കേൾക്കാത്ത, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു നിഷേധ പ്രവൃത്തി ഉള്ള ഒരാളായിട്ട് മാറും. അതാണ് നിഷേധവൃത്തി എന്ന് പറയുന്നത് കേട്ടോ. നോക്കൂ, ഈ പ്രശ്നങ്ങളെയോ തടസ്സങ്ങളെയോ നേരിടാൻ ഇക്കൂട്ടർ വിസമ്മതിക്കുന്നു. അതിനാൽ അവർ കലഹപ്രിയരും മുരണ്ട സ്വഭാവമുള്ളവരുമായിട്ട് തീരുന്നു. അപ്പോൾ എന്താണ്, അവർക്ക് ഈ നിരാശ ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും, പ്രശ്നങ്ങളും തടസ്സങ്ങളൊക്കെ നേരിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, എല്ലാം നിഷേധവൃത്തിയായിട്ട് കാണും. അതിലൂടെ എന്ത് ചെയ്യും, അവർ എന്താണ് വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ആകെ എന്താണ് ഒരു സ്വഭാവമൊക്കെ ആകെ ഒരു മുരുണ്ട സ്വഭാവം, ആകെ ഒരു എന്താണ് പരുക്കൻ സ്വഭാവമുള്ളവരായിട്ട് മാറും. എന്ത് ചെയ്താലും അവരെ
എന്താണ് അവർ കൈൻഡാവില്ല, മറ്റുള്ളവരോട് കൈൻഡായിട്ട് പെരുമാറില്ല. അവർ ആ നിഷേധ വൃത്തിയിൽ തന്നെ എപ്പോഴും തുടരും. അതാണ് നിഷേധ വൃത്തിയിൽ പറയുന്നത് കേട്ടോ ഇവിടെ. ഇനി എന്താണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത്? നാം ഏതെങ്കിലും ഒരു പ്രവൃത്തി ലക്ഷ്യബോധത്തോടെ ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ടാവും. ഇത് മാനസിക സംഘർഷത്തിന് വഴിതെളിക്കും. ഈ സംഘർഷം ലഘൂകരിക്കാനോ ഇല്ലാതാക്കാനോ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് തൃപ്തി നേടുന്നു. ഇങ്ങനെ ലക്ഷ്യം സാധിക്കാതെ വരുമ്പോൾ തൽസ്ഥാനത്ത് വേറൊന്ന് പ്രതിസ്ഥാപിച്ച് തൃപ്തി തേടുന്നതാണ് പ്രതിസ്ഥാപനം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ആവാൻ ആഗ്രഹിച്ച ഒരു കുട്ടി എന്ത് ചെയ്യും? അത് സാധിക്കാതെ വരുമ്പോൾ എന്തായിരിക്കും? നേഴ്സായിട്ട് എന്താണ് സ്വയം തൃപ്തി നേടും. അതാണ് പ്രതിസ്ഥാപനം. നമുക്ക് ഒരു കാര്യം നമുക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും. പക്ഷെ അത് നമുക്ക് കിട്ടില്ല. അത് കിട്ടില്ല എന്നാകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? മനസ്സിലേക്ക് ഭയങ്കര നിരാശ വരും. അതെന്ത് ചെയ്യും? ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം, നമ്മളെക്കൊണ്ട് കഴിയുന്ന വേറൊരു കാര്യം നമ്മൾ നേടിയെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്താണ്? ഒരു സംതൃപ്തി വരും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രതിസ്ഥാപനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി എന്താണ് സഹാനുഭൂതി എന്ന് പറയുന്നത്? മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും പരിഹരിക്കുന്നതിന് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നു കേട്ടോ. മറ്റുള്ളവരുടെ സഹാനുഭൂതി നേടി പ്രശ്നങ്ങളും വിഷമതകളും ഒക്കെ പരിഹരിക്കുന്നതിന് സഹാനുഭൂതി പ്രേരണം എന്നാണ് പറയുന്നത്. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരീക്ഷയിൽ പരാജിതനായ ഒരു കുട്ടി തൻ്റെ കഠിനയത്നം കൊണ്ട് അധ്യാപകൻ്റെ പക്ഷപാതമായ പെരുമാറ്റം, സഹപാഠികളുടെ അനീതി എന്നിവ വിശദീകരിച്ച് അന്യരുടെ അനുകമ്പ നേടാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു വീട്ടിലൊരു കുട്ടി, എന്താണ് നിനക്കത്ര മാർക്ക് കുറഞ്ഞതെന്ന് വെച്ചാൽ ആ കുട്ടി എന്ത് പറയും? ഓ, സാർ അങ്ങനെയാണ്, സാറ് പഠിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ സാറിന് എന്നോട് ദേഷ്യമാണ്, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന കുട്ടികൾ എന്നെ പഠിക്കാൻ സമ്മതിക്കില്ല, അവർക്ക് എന്നോട് ദേഷ്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരുടെ ഒരു സഹതാപം പിടിച്ചു പറ്റും. അതിനെയാണ് സഹാനുഭൂതി പ്രേരണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, പിൻവാങ്ങൽ. അതൊന്ന് പിൻവാങ്ങൽ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒരു പിൻവാങ്ങൽ. പ്രശ്നങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്വഭാവമാണ് പിൻവാങ്ങൽ എന്ന് പറയുന്നത്. ഇതൊരു ഭീരുത്വമാണെന്ന് പറയാം. ശരി തന്നെ അല്ലേ? ഒരു പ്രശ്നത്തിനെയും എന്താണ് നമുക്ക് നേരിടാൻ കഴിയാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നേരിടാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ, അതാണ് പിൻവാങ്ങൽ. അതൊരു ഭീരുത്വം തന്നെയാണ് കേട്ടോ. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്തവർ രംഗങ്ങളിൽ നിന്ന് ഓടിമറയും. അത് നമുക്ക് ഫാക്ടേഴ്സിനെ ഒന്ന് റിയലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ അത് നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണെങ്കിലും അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിന് നമുക്ക് ശക്തി ഉണ്ടാവില്ല, അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പ് ആവും, അല്ലെങ്കിൽ അത് കാണണ്ട, അല്ലെങ്കിൽ അത് കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് എസ്കേപ്പ് ആവും. ഇതാണ് പിൻവാങ്ങൽ എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വിഷമകരമായ വിഷയങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ അതിനോടുള്ള വെറുപ്പ് കാരണം കുട്ടികൾ ഒഴിഞ്ഞു മാറാറുണ്ട്. ശരിയാണല്ലേ? നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിക്കാൻ വിളിക്കുന്ന സമയത്ത് അവർക്ക് ആ സബ്ജക്റ്റിനോട് വെറുപ്പാണെങ്കിൽ അവർ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഒഴിഞ്ഞു മാറും. തലവേദനയാണെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എഴുതാനുണ്ടെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിൽ നിന്ന് വേഗം തെന്നി മാറും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പിൻവാങ്ങൽ എന്ന് പറയുന്നത് കേട്ടോ. ശാരീരികമായ കുഴപ്പങ്ങൾ പറഞ്ഞ് പല പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു മാറുക സാധാരണമാണ്. അപ്പോൾ നമ്മുടെ പിൻവാങ്ങലിൻ്റെ കാര്യം തന്നെയാട്ടോ ഇവിടെ പറയുന്നത്. ചിലവരെന്ത് ചെയ്യും? നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ തലവേദന, പനി വരുന്നുണ്ട്, കാലുവേദന, അങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ചില പ്രശ്നങ്ങളിൽ നിന്ന് കുട്ടികളായാലും മുതിർന്നവരായാലെങ്കിലും എന്ത് ചെയ്യും? എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക. ഇതിനെയാണ് പിൻവാങ്ങൽ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഒട്ടകപ്പക്ഷിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കൊടുങ്കാറ്റുണ്ടാകുമ്പോൾ അത് തല മണലിൽ പൂഴ്ത്തി വയ്ക്കും. വിഷമപ്രശ്നങ്ങൾ നേരിടുമ്പോൾ അറിഞ്ഞില്ലെന്ന് നടിക്കാനുള്ള ഈ പ്രവണത എന്ത് പറയുന്നു? ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് പറയുന്നു കേട്ടോ. ഈ ഒട്ടകപ്പക്ഷി എന്ത് ചെയ്യും? കൊടുങ്കാറ്റൊക്കെ വരുന്ന സമയത്ത് തല മണ്ണിൽ പൂഴ്ത്തി വയ്ക്കും. അപ്പോൾ അതിനത് നേരിടാൻ കഴിയണില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അത് അറിഞ്ഞില്ല എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? തല മണ്ണിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വയ്ക്കും. ഇതിനെയാണ് ഒട്ടകപ്പക്ഷി മനോഭാവം എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണം എന്താണ്? അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം അറിയാത്ത കുട്ടികൾ മറ്റെന്തോ ശ്രദ്ധിക്കുന്ന ഭാവത്തിൽ ഇരിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അധ്യാപകൻ ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടികൾ എന്താണ് ഉത്തരം അറിയാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുന്ന തരത്തിലിരിക്കുന്നത് എന്താണ്? ഒട്ടകപ്പക്ഷി മനോഭാവമാണ് കേട്ടോ. ഇനി പ്രതിക്രിയാവിധാനം എന്താണത്? ഒരാൾക്ക് ഇഷ്ടക്കുറവുള്ള വ്യക്തികളുണ്ടാവും. ഇത്തരം വ്യക്തികളോടും വസ്തുക്കളോടും ബാഹ്യമായി ഇഷ്ടം കാണിക്കുന്ന സ്വഭാവമാണ് പ്രതിക്രിയാവിധാനം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഒരാളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കുറവുണ്ടാവും, നമുക്ക് അയാളോട് ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ഇഷ്ടക്കുറവുണ്ടായിരിക്കും. പക്ഷേ എന്താണ്?
വ്യക്തികളോടാവാം, ചിലപ്പോൾ വസ്തുക്കളോടായിരിക്കാം. പക്ഷെ നമ്മൾ പുറമേക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ഇഷ്ടം പ്രകടിപ്പിക്കും. അതാണ് പ്രതിക്രിയാ വിധാനം എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു ബാഡ് ഹാബിറ്റാണെന്ന് അല്ലേ. നമ്മൾ ഉള്ളിലൊരാളോട് ദേഷ്യം വെച്ചിട്ട് പുറമേക്ക് അയാളോട് ഇഷ്ടം കാണിക്കുന്നത് ബാഡ് ഹാബിറ്റ് തന്നെയാണ്. ഉള്ളതെന്തോ അത് തുറന്നു പറയുക, അതാണ് എപ്പോഴും നല്ലത് അല്ലേ. ഇപ്പോൾ ഒരുപാട് മാരീഡായിട്ടുള്ള പെണ്ണുങ്ങൾ, മാരീഡായിട്ടുള്ള ചേച്ചിമാർ ഒക്കെ അവരോടൊക്കെ സംസാരിച്ച് അറിയാൻ പറ്റും. അവരുടെ അമ്മായിമ്മമാർ ഉള്ളിലേക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, പക്ഷെ 4 ആൾ കൂടുമ്പോൾ മരുമകളോട് ഒരുപാട് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറുക, അല്ലെങ്കിൽ സ്വന്തം മകൻ്റെ മുന്നിൽ നല്ല രീതിയിലൊക്കെ പെരുമാറുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളതാണ് പ്രതിക്രിയാ വിധാനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നോക്കൂ, ഇഷ്ടമില്ലാത്ത ഒരാളിനോട് മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചേക്കാം. ഇതന്നെ ഞാൻ പറഞ്ഞത്. നമുക്കത് ഇതായിട്ടുണ്ട്. നമുക്കത് ചില ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉള്ളിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ചിലപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മളോടത് പ്രകടിപ്പിക്കുകയും ചെയ്യും. പക്ഷെ അത് 4 ആൾ കൂടുന്ന സമയത്ത് നമ്മൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നല്ല ഇഷ്ടത്തിൽ പെരുമാറും, നല്ല സ്നേഹത്തിൽ പെരുമാറും നമ്മളോട്. ഇതിനെയാണ് പ്രതിക്രിയാ വിധാനം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഒരാളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെന്ന് വരില്ല. പൂർത്തീകരിക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ദിവാസ്വപ്നം കാണുക സാധാരണമാണ്. വിചിത്രമായ കൽപ്പനകളിലൂടെ ആഗ്രഹപൂർത്തി വരുത്തിയതായി സങ്കല്പിക്കുന്നതിനെയാണ് ഭ്രമകൽപ്പന എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ആ ഒരു ക്വാളിറ്റി ഉള്ളത് നല്ലതാണ് കേട്ടോ, ഭ്രമകൽപ്പന. പക്ഷെ അത് അധികമായ അത് നമ്മളെ ലൈഫിനെ ബാധിക്കും. പക്ഷെ ചില സമയത്ത്, കാരണം നമ്മൾ ഒന്ന് മോട്ടിവേഷനാകാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ജോലിയിൽ കയറി നമ്മളെ കുറ്റപ്പെടുത്തിയവരെയൊക്കെ മുന്നിൽ നമ്മൾ അങ്ങനെ ആ ടാഗൊക്കെ ഇട്ടിട്ട്, നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ടാഗൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളോട് സ്ഥിരമായിട്ട് ജോലിയൊന്നും ആയില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോഴും ഹൗസ് വൈഫ് തന്നെയാണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് നമുക്ക് തിരിച്ച് മറുപടി പറയാൻ പറ്റുക, അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ചിലപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു മോട്ടിവേഷൻ തരും. അത് മോട്ടിവേഷനായിട്ട് തന്നെ എടുക്കണം, പക്ഷെ അതൊരു സങ്കടത്തിലേക്ക് പോകരുത്. ചെറിയൊരു മോട്ടിവേഷനായിട്ട് തന്നെ ആ ഒരു സന്തോഷം, ആ ഒരു മൊമെൻറ്റിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രൗഡ്, അത് ആ ഒരു മോട്ടിവേഷനായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതിനെയാണ് ഭ്രമകൽപ്പന എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം ഭ്രമകൽപ്പനകൾ അനാരോഗ്യമാണ്. അത് കൂടുതലായാൽ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിത്. ഈ ഒളിച്ചോട്ടം ഇച്ഛാഭംഗത്തിനും നിഷ്ക്രിയത്വത്തിനും വഴിതെളിക്കും. അപ്പോൾ ഒരുപാടാവരുത്. ഇത് എല്ലാ കേസിലും നടക്കില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് നമുക്കതുണ്ടാവും, നമ്മൾ നാളെ വലിയ പണക്കാരാവും, നമ്മുടെ എല്ലാ കഷ്ടതകളും തീരും, നമ്മൾ ഒരുപാട് ബൈക്ക് വാങ്ങിക്കും, ഒരുപാട് കാറ് വാങ്ങിക്കും, നമ്മൾ അവിടെ പോവും ഇവിടെ പോവും, അത് വാങ്ങിക്കും ഇത് വാങ്ങിക്കും, അതൊക്കെ മനക്കോട്ട കെട്ടുക. അതൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ യാഥാർത്ഥ്യത്തെ ഫേസ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. പക്ഷേ സെൽഫായിട്ട് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നോക്കൂ, എന്താണ് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത്? പ്രവൃത്തിയിൽ പരാജയം സംഭവിച്ചാൽ നിരാശയും ഉത്കണ്ഠയും ഉണ്ടാകും. ഇത്തരം അവസ്ഥയിൽ ചില വ്യക്തികൾ സ്വീകരിക്കുന്ന പ്രതിരോധ മുറയെയാണ് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത് കേട്ടോ. ഒരാളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾക്കത് അവിടെ ഫെയിൽ ആവുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് സങ്കടവും ഒരു ആൻസൈറ്റിയൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, അവരതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈകാരിക അകൽച്ച ഉണ്ടാക്കും. എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വിട്ടുപോകാനുള്ള, അതിനെ ചെയ്യാണ്ട് വിട്ടുപോകാനുള്ള ഒരു വൈകാരിക അകൽച്ച കാണിക്കും. ആ ഒരു പ്രതിരോധ മുറയാണ് കേട്ടോ ഇവിടെ പറയുന്നത്, വൈകാരിക അകൽച്ച എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നിരാശയോ വേദനയോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള പ്രവണതയാണത്. അത് നമ്മൾ ആ കാര്യം ഇനി ചെയ്യാണ്ടിരിക്കുക. ആ കാര്യം ഒരു വട്ടം ഫെയിലായി, അപ്പോൾ നമുക്കത് സങ്കടമായി, അപ്പോൾ ഇനി നമ്മളത് ചെയ്യില്ല, ഇനി നമ്മളത് ചെയ്താൽ ഫെയിലാവുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ അതിനെയാണ് പറയുന്നത് വൈകാരിക അകൽച്ച എന്ന് പറയുന്നത്. ഇനി അന്തർക്ഷേപണം എന്താണത്? അന്യരിൽ നിന്ന് അറിയാതെ ആശയങ്ങളും മനോഭാവങ്ങളും സ്വീകരിച്ച് സ്വന്തം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് അന്തർക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ. മാതാപിതാക്കളിൽ നിന്നും മറ്റു മുതിർന്നവരിൽ നിന്നും കുട്ടികൾ പല പെരുമാറ്റ രീതികളും ഉൾക്കൊള്ളാറുണ്ട്. വ്യക്തി അറിയാതെ തന്നെ ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതാണ് അന്തർക്ഷേപണം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ചില റുട്ടീൻസൊക്കെ നമ്മൾ നമ്മുടെ റുട്ടീൻസ് ആക്കിയിട്ട് മാറ്റുക. അതിനെയാണ് അന്തർക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ. നല്ലതിനെ നല്ലതാക്കിയിട്ട് തന്നെ എടുക്കുക. ബാഡ് ഹാബിറ്റ് ആണെങ്കിൽ അത് അവിടെ ഉപേക്ഷിക്കുക കേട്ടോ.
കേന്ദ്രീതത്വം. അഹം കേന്ദ്രീതത്വം എന്താണത്? പ്രത്യേകമായ പരിഗണനയും കൂടെ കൂടെ പ്രശംസയും ലഭിച്ചു വരുന്ന കുട്ടികൾ അഹം കേന്ദ്രീതരായി മാറിയെന്ന് വരാം. തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കാതെ വരുമ്പോൾ അതിനുവേണ്ടി വേറെ മാർഗങ്ങൾ അവർ കൈക്കൊണ്ടെന്ന് വരാം. ഇതാണ് അഹം കേന്ദ്രീതത്വം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? എപ്പോഴും ഒരു പരിഗണനയൊക്കെ എപ്പോഴും നമ്മൾ കുട്ടികളെ അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോൾ എന്ത് ചെയ്യും? അവരാ തന്നെയാണ് നമ്മുടെ ലോകം എന്ന് അവർ വിചാരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ഭയങ്കര വാശി വരും. പിന്നീട് അവർ പറയുന്നൊരു കാര്യം നമ്മൾ കൊടുക്കാണ്ട് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഭയങ്കര വാശിയായിട്ട് വരും. അതിനാണ് അഹം കേന്ദ്രീതത്വം എന്ന് പറയുന്നത് കേട്ടോ. കുട്ടികളുടെ ദുശാഠ്യം ഇതിന് ഉദാഹരണമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത് ചെയ്ത് കൊടുത്ത് നമ്മളെപ്പോഴും അവർ ചെയ്യുന്നതിനെ അപ്രിഷ്യേറ്റ് ചെയ്ത് എപ്പോഴും അവരുടെ കൂടെ നടന്ന് ഇങ്ങനെ നമ്മൾ താങ്ങുമ്പോൾ പിന്നീട് അവർ പറഞ്ഞൊരു കാര്യം നമുക്ക് ചെയ്ത് കൊടുക്കാണ്ട് വരുമോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കാണ്ടൊക്കെ വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അതിനായിട്ട് വാശി പിടിക്കും. അങ്ങനെ ഭയങ്കര ബാഡ് ഹാബിറ്റാണത്. ഭയങ്കരമായിട്ട് പാരൻറ്റിങ്ങിൽ വരുന്ന വലിയൊരു മിസ്റ്റേക്കാണത്. കാരണം അത് നമ്മളങ്ങനെ കിട്ടാണ്ട് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് ഒരു സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അത് വേറെ മാർഗത്തിലൂടെ അവർ നേടാൻ ശ്രമിക്കും. അതാണിപ്പോൾ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള കാരണം എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മക്കളെ നമ്മൾ ഇല്ലായ്മകളിൽ നിന്ന് പറഞ്ഞ് തന്നെ വളർത്തുക. ഇന്നതില്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ അവരോടും പറയുക. ഇന്നതില്ല, ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. അത് കുറേ ആളുകൾ പറയും അങ്ങനെ പറഞ്ഞ് വളർത്തരുത്, കുട്ടികൾ ഒരുപാട് ഉൾവലിഞ്ഞു പോകുമെന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. അങ്ങനെയുള്ളവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് പണമുള്ളവരാണെങ്കിലും പണമില്ലാത്തവരാണെങ്കിലും നമ്മുടെ മക്കളെ മുന്നോട്ട് അവരും ജീവിക്കണ്ടേ. അപ്പം മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒരുപാട് ചിലവാക്കരുത്. നമ്മളും കാണിച്ചു കൊടുക്കുക. നമ്മളും ഒരുപാട് ചിലവാക്കാണ്ടിരിക്കുക. പൈസയ്ക്കുള്ള മൂല്യമാണെങ്കിലും ഭക്ഷണത്തിനുള്ള മൂല്യമാണെങ്കിലും നമ്മൾ കാണിച്ചു കൊടുക്കുക. അവരത് കണ്ട് പഠിക്കട്ടെ. അപ്പം ടോപ്പിക്ക് മാറിപ്പോയി. അപ്പോൾ കുട്ടികളുടെ ദുശ്ശാഠ്യം എന്തിന് ഉദാഹരണമാണ്? അഹം കേന്ദ്രീതത്വത്തിന് ഉദാഹരണമാണ് കേട്ടോ. അഹം കേന്ദ്രീതത്വ സ്വഭാവം അതിശക്തമായാൽ സാമൂഹിക ജീവിതത്തിൽ പ്രതിസന്ധികളും ആശാഭംഗങ്ങളും ഉണ്ടാക്കും. അപ്പോൾ എന്താണ്? അത് ഒരുപാടായി കഴിഞ്ഞാൽ എന്താണ്? അവർ സമൂഹമായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്താണ്? അവർക്ക് ഒരുപാട് പ്രതിസന്ധികളും പിന്നെന്താണ്? അവരുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാണ്ട് വരുന്ന ആ ഒരു സിറ്റുവേഷനും ഒക്കെ ഉണ്ടാവും. കാരണം എന്താണ്? അവർക്കെല്ലാം നമ്മൾ കൊടുത്താണ് ശീലിച്ചത്. അപ്പോൾ അവർക്ക് എന്താണ്? അത് എങ്ങനെ കിട്ടുന്നു, എന്ത് കിട്ടുന്നു, എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളൊരു ബോധമില്ല. നമ്മളെപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഒന്നേന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോകും. നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അതാണ് കേന്ദ്രീതത്വത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്? ശ്രദ്ധാഹരണ ഉപാധികൾ. അതന്നെ കേട്ടോ പറയണത്. കുട്ടികളെ അവർ ആഗ്രഹിക്കുന്ന വിധം മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നില്ലെന്ന് ബോധ്യമായാൽ ശ്രദ്ധാഗ്രഹണ ഉപാധികൾ അവർ സ്വീകരിക്കും. ശിശുവിൻ്റെ പ്രധാന ഉപാധി കരച്ചിലാണ്. കുറച്ചുകൂടി പ്രായം ചെന്നാൽ ചോദ്യം ചോദിക്കും, പിണങ്ങും, വല്ലതും വിളിച്ചു പറയും, നിഷേധ പ്രകടനവും ഉണ്ടായെന്ന് വരും. അരക്ഷിതാബോധം ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയിട്ടുള്ള ചില ഉപായങ്ങൾ സ്വീകരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവും ഇതിനുദാഹരണമാണ്. അപ്പോൾ എന്താണ്? ശ്രദ്ധാഹരണ ഉപാധികൾ, അതായത് ശ്രദ്ധാഗ്രഹണം എന്ന് പറയുന്നത് ഒരു സമാചാര തന്ത്രമാണ്. അപ്പോൾ എന്താണ്? അതിൻ്റെ ഉള്ള ഡീറ്റെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ് പറയുന്നത്? കുട്ടികൾ എന്താണ്? നമ്മളാരും അവരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യും. എന്ത് ചെയ്യും? ചെറിയ കുട്ടികളാണെങ്കിൽ എന്തായിരിക്കും? കരച്ചിൽ തന്നെയായിരിക്കും മിക്കവാറും. നമ്മൾ അമ്മമാർ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ അവർ നോക്കുമ്പോൾ അമ്മമാർ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടാൽ അവരപ്പോൾ കരയും, അടുത്ത് വന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ശ്രദ്ധാഗ്രഹണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാജന തന്ത്രമാണ് കേട്ടോ. പിന്നെന്താണ്? കുറേയും കൂടെ പ്രായം ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പിണങ്ങും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, ചിലപ്പോൾ നിഷേധ പ്രകടനങ്ങളും ഉണ്ടായെന്ന് വരാം. ഇനി നോക്കൂ, അരക്ഷിത ബോധം ശ്രദ്ധാഗ്രഹണത്തിന് വേണ്ടിയിട്ടുള്ള ചില ഉപായങ്ങൾ സ്വീകരിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു അരക്ഷിതാവസ്ഥ, ആ ഒരവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? കുട്ടികൾ എന്ത് ചെയ്യും? വേറെ ഉപായങ്ങളൊക്കെ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അവർ വേറെ ഉപായങ്ങളൊക്കെ തേടാൻ നോക്കും. ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളും നിഷേധാത്മക സ്വഭാവവും സമീപനവും ഇതിനുദാഹരണമാണ്. അപ്പോൾ ക്ലാസ്സിൽ ചില കുട്ടികൾ കാണിക്കുന്ന കുസൃതികളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ സാർമാരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ള കുട്ടികളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രദ്ധാഗ്രഹണം
ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രദ്ധാഗ്രഹണം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നമ്മുടെ അവസാന അഡ്ജസ്റ്റ്മെൻ്റാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത്. എന്താണത്? പ്രേരകത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് പ്രതിപ്രവർത്തിക്കുന്ന സ്വഭാവമാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് അല്ലേ. അതെന്താണ് പറയുന്നത്? മക്കളോടുള്ള ദേഷ്യം ചിലപ്പോൾ അധ്യാപകർ അവരുടെ വിദ്യാർത്ഥികളിൽ തീർക്കും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് കേട്ടോ. എന്താണോ നമുക്ക് മോട്ടീവായിട്ടുള്ള, എന്താണോ നമുക്ക് ദേഷ്യം വരാൻ കാരണം, പക്ഷെ അത് മറച്ചു വെച്ചിട്ട് ആ ദേഷ്യം എന്ത് ചെയ്യും? നമ്മൾ വേറൊരാളുടെ അടുത്ത് തീർക്കും. ഇതിനെയാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളൊക്കെ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ SSLC എക്സാമിന്, മെയിൻ എക്സാമിന് ക്ലാസ്സിൽ വരുന്നവരെ ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെ പറയാം, അവർ ചിലപ്പോൾ തല്ലുകൂടിയിട്ടാവും, വീട്ടിൽ ചിലപ്പോൾ വഴക്കുണ്ടാക്കിയിട്ടാവും വരുന്നുണ്ടാവുക. അപ്പോൾ ക്ലാസ്സിൽ ഒരാളും ഉണ്ടാവില്ല, ഒരാൾ തിരിയാൻ പാടില്ല. അപ്പോഴേക്കും അങ്ങ് നോക്കും. അവർ ക്ലാസ്സിൽ വന്ന് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. ഓരോരുത്തർ എക്സാം എഴുതണതിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. അതൊക്കെ അവർ വീട്ടിൽ വഴക്ക് കൂടി വരുന്നത് കൊണ്ടാണ് പറയും. അപ്പോൾ അതൊക്കെ അതാണ് ഈ പറയുന്നത് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് കേട്ടോ. എത്ര പേര് ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഈ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് കൂടുതലും ഉണ്ടായിട്ടിരിക്കുക കേട്ടോ. ഈ ആൻസർ ഷീറ്റ് അവർ നോക്കുന്ന സമയത്തും പറയും, ഞങ്ങളൊക്കെ കൂടിയിരുന്ന് പറയുമോ ആൻസർ ഷീറ്റ് നോക്കണത് ആരാണോ എന്തോ, വീട്ടിൽ വഴക്കൊന്നും പിടിച്ചിട്ട് ആൻസർ ഷീറ്റ് നോക്കരുതേ എന്നൊക്കെ ഞങ്ങൾ അന്നത്തെ സമയത്ത് കൂട്ടം കൂടി ഇരുന്നിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരാണ്, ആ ഒരു സ്വഭാവമാണ് ആദേശം ചെയ്യൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സമാജന തന്ത്രത്തെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞത്. അഡ്ജസ്റ്റ്മെൻറ്റ്, അതിലുണ്ടായിരിക്കുന്ന ഈ എല്ലാ പോയിൻറ്റും മുന്നേ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. എല്ലാ പോയിൻറ്റും ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രക്ഷേപണം, ദമനം, അങ്ങനെയുള്ള ചിലതൊക്കെ ഞാൻ അതിൽ നോട്ട് ചെയ്ത് തന്നല്ലോ. അതൊക്കെ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. ഈ പ്രക്ഷേപണം ഒരു 2 ടൈമിൽ ചോദിച്ചിട്ടുണ്ട്. സ്വന്തം പോരായ്മകൾ മറയ്ക്കാനായിട്ട് മറ്റുള്ളവരിൽ തെറ്റാരോപിക്കുന്നത് എന്ത് എന്നുള്ള തരത്തിൽ ചോദിച്ചിട്ടുണ്ട്. 4 ഓപ്ഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രക്ഷേപണമാണ്. അപ്പോൾ ഇതിലുള്ള പോയിൻ്റൊക്കെ ഒന്ന് ഓർത്തിരുന്നിട്ട് ഇതേപോലെ കണക്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് പ്രക്ഷേപണം, അല്ലെങ്കിൽ എന്താണ് ദമനം, എന്താണ് യുക്തീകരണം എന്നുള്ളതൊക്കെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് പറഞ്ഞിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തലയിൽ നിൽക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. പിന്നെ എനിക്കിങ്ങനെ ക്ലാസ് എടുക്കാനൊന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ ക്ലാസ് ഇടുന്നു. ഇഷ്ടമായവർക്ക് ലൈക്ക് കമൻറ്റും ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് തരുന്നത് ഒരു ഇൻഫർമേഷനാണ്. അപ്പോൾ ഇനി ഉണ്ടാവും കേട്ടോ ക്ലാസ്സസ്, APUൻ്റെ ക്ലാസ്സസൊക്കെ ഇനി ഉണ്ടാവും. ഇനി നമുക്ക് ഒരുപാട് തീർക്കാനുണ്ട്. നമ്മുടെ മനുഷ്യാവകാശവും വിവരാവകാശവും ബേസിക് അല്ല നമ്മളിവിടെ പഠിക്കേണ്ടത്, നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ ഇവിടെ പഠിക്കണം. കാരണം സെക്ഷൻസും പിന്നെ അവരുടെ കുറച്ച് കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലാസ്സിലിടും കേട്ടോ. പിന്നെ നമ്മുടെ പരോളിനെക്കുറിച്ച്, അകാല വിടുതൽ, പരോളിനെക്കുറിച്ച് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അകാല വിടുതൽ, അതുപോലെ തന്നെ ഒരു തടവുകാരന് ലഭിക്കുന്ന അവധികൾ, എത്ര ദിവസം അവധി കിട്ടും, കൂടുതലായിട്ട് എത്ര ദിവസം, ഓരോ ജയിലിൽ ഇപ്പോൾ തുറന്ന ജയിലുകളാണെങ്കിൽ അവർക്ക് എത്ര ദിവസം കൂടുതൽ കിട്ടും, കുടുംബത്തെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.